നമസ്കാരം. കഴിഞ്ഞ ദിവസം വിവാദ വഴി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവൂർ പഞ്ചായത്ത് വളപ്പിൽ റസാഖുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞു, മാവൂരിലെ കുറ്റിപ്പാലക്കൽ കളത്തിൽ പൈപ്പ് ലൈൻ റോഡ്, ഈ റോഡിന് വേണ്ടി MLA 46 ലക്ഷം രൂപ ചെലവഴിക്കാൻ തയ്യാറായിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന്. മലബാർ മീഡിയ അവതരിപ്പിക്കുന്ന പരമ്പര റീക്യാപ്പ് അഥവാ പുനരവലോകനം. ചില ഓർമ്മപ്പെടുത്തലുകൾ ജനങ്ങളുടെ മുമ്പിൽ. മാവൂർ കുറ്റിപ്പാലക്കൽ കളത്തിൽ പൈപ്പ് ലൈൻ തീരദേശ റോഡിന് അനുവദിച്ച 46 ലക്ഷം രൂപ വേണ്ട എന്ന് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് കത്ത് നൽകി എന്ന് PTA റഹീം MLA. കത്തിലെ ഉള്ളടക്കം മലബാർ മീഡിയ പങ്കുവെക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ MLAയുമായി സംസാരിക്കുകയുണ്ടായി. MLA, കഴിഞ്ഞ ദിവസം ഞാൻ മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖായിട്ട് സംസാരിച്ച സമയത്ത്, അതായത് മാവൂർ കുറ്റിപ്പാലക്കൽ കളത്തിൽ തീരദേശ റോഡ്, അതായത് മൈലാറയുടെ സമീപത്തൂടെ കടന്നു പോകുന്ന റോഡ്, മൈലാറ വരെ റോഡുണ്ട്. ഇതിന്റെ കുറച്ച് സ്ഥലങ്ങൾ മണ്ണ് ഇടേണ്ടതുണ്ട്. അപ്പം മൈലാറയുടെ മതിലിന്റെ പുറത്തുകൂടെ മണ്ണിട്ട് ആ റോഡ് ബന്ധിപ്പിക്കുക എന്നുള്ളൊരു സംസാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാവൂർ പഞ്ചായത്തും ജാഗ്രതാ സമിതി എല്ലാം ചേർന്ന് നടന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ പഞ്ചായത്തായിട്ട് സംസാരിച്ച സമയത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം 46 ലക്ഷം രൂപ MLA അനുവദിച്ചിട്ടുണ്ട്. ഈ അനുവദിച്ച തുക അനുവദിച്ചു തരികയും നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ 5 വീട്ടുകാരുണ്ട് അവിടെ വഴിയില്ലാത്ത, താങ്കൾക്ക് നിവേദനം കിട്ടിയിട്ടുണ്ട്, താങ്കൾ അത് അളക്കുന്നതിന് വേണ്ടിയിട്ട് താലൂക്ക് ഓഫീസിലേക്ക് കൈമാറിയതായിട്ടാണ് ഞാൻ അറിയുന്നത്. അളന്ന് അത് ചിട്ടപ്പെടുത്തി അതിനെന്താണുള്ള ചെയ്യുക എന്നുള്ളതാണ് നിവേദനം താങ്കൾക്ക് കിട്ടിയ സമയത്ത് പറഞ്ഞത്. അടുത്തത് ഈ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന 46 ലക്ഷം രൂപ MLA അനുവദിച്ചിട്ടുണ്ട്. ആ അനുവദിച്ച തുക കിട്ടിക്കഴിഞ്ഞാൽ ഈ റോഡിന്റെ പൂർത്തീകരണം ആവും എന്നുള്ളതാണ്. ഇല്ല, 46 ലക്ഷം ഉറുപ്പിയുടെ ഒരു പ്രപ്പോസല് അവിടെ നെഞ്ചിൽ നമുക്ക് തന്നിരുന്നു. അപ്പോൾ നമ്മൾ ആ റോഡ് എടുക്കേണ്ടതില്ല അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിന്റെ ഒരു കത്ത് നമുക്ക് കിട്ടിയത് കൂടിയിട്ട് ആ പ്രപ്പോസൽ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതി താങ്കൾക്ക് കത്ത്, ഭരണസമിതി അല്ല, പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ നടപടിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അല്ല, നമ്മൾ പോയിട്ടില്ല. നമ്മളത് പ്രപ്പോസൽ ഉണ്ടായിരുന്നു 46 ലക്ഷം റുപ്യന്റെ. ഇപ്പൊ ആ പ്രപ്പോസൽ നിലവിലില്ല. അത് പഞ്ചായത്ത് ആ വർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് താങ്കൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ MLA PT റഹീം പറയുന്നത് ഇതാണ്. MLA PT റഹീമിന് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് കൊടുത്തിരിക്കുന്ന കത്താണ് എന്റെ കൈവശം ഇരിക്കുന്നത്. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. P22/24 ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് PTA റഹീം MLA, കുന്നമംഗലം നിയോജക മണ്ഡലം. വിഷയം മാവൂർ ഗ്രാമപഞ്ചായത്ത് പൈപ്പ് ലൈൻ കുറ്റിപ്പാലക്കൽ റോഡ് സംബന്ധിച്ച്. സർ, മാവൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡ് പ്രവർത്തികൾ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി അറിയാൻ കഴിഞ്ഞു. ഇതിൽ ഉൾപ്പെട്ട പൈപ്പ് ലൈൻ കുറ്റിപ്പാലക്കൽ റോഡിന്റെ മഹിളാറ പബ്ലിക് സ്കൂൾ ഗേറ്റ് വരെയുള്ള ഭാഗം നേരത്തെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഇതേ ഭാഗത്ത് തന്നെ ഉയർത്തി ടാറിംഗ് ചെയ്യുന്നതിന് 46 ലക്ഷം രൂപ അനുവദിച്ചതായി മനസ്സിലാക്കുന്നു. പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരമായ പൈപ്പ് ലൈൻ കുറ്റിപ്പാലക്കൽ റോഡിന്റെ ആരംഭ ഘട്ടത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും MP, MGNREGS ഫണ്ടുകൾ ഉപയോഗിച്ചും റോഡിന്റെ പകുതിയിലേറെ ഭാഗം ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം പൂർത്തീകരിച്ചാൽ മാത്രമേ പൊതുജനങ്ങൾക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ യോഗ്യമാവുകയുള്ളൂ. ആയതിനാൽ അനുവദിക്കപ്പെട്ട 46 ലക്ഷം രൂപയുടെ പ്രവൃത്തി റോഡിന്റെ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള ഭാഗം പൂർത്തീകരിക്കുന്നതിനെ വിനിയോഗിക്കണമെന്നും ഇതിനാവശ്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട MLA നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു. വിശ്വസ്തയുടെ വളപ്പിൽ റസാഖ്, പ്രസിഡന്റ്, മാവൂർ ഗ്രാമപഞ്ചായത്ത്. ഇതാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ വിഷയത്തിൽ വളപ്പിൽ റസാഖ് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MLAക്ക് കൊടുത്തിരിക്കുന്ന കത്ത് മഹിളകളുടെ മുൻവശത്തേക്കാണ് അനുവദിച്ചിരിക്കുന്നത്. അത് മാറ്റിയിട്ട് പിൻഭാഗത്ത് ആ ഫണ്ട് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം.